ഇറാനും ഹിസ്ബുള്ളയും ഹമാസുമാണ് തങ്ങളുടെ ശത്രുക്കളെന്നും അവരെ തീർച്ചയായിട്ടും തങ്ങൾ പ്രതിരോധിക്കുമെന്നും ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു. ആദ്യ ഘട്ടത്തിലൊന്നും ഇറാന്റെ പേര് പരാമർശിച്ചിട്ടില്ലായിരുന്നു, ഹമാസിന്റെ പേര് മാത്രമായിരുന്നു പറഞ്ഞത്. പിന്നീടാണ് മറ്റുള്ള സംഘടനയുടെ പേര് പോലും പറഞ്ഞത്. അപ്പോൾ അതിൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് അതിൽ പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഹൂത്തി വിമതരുണ്ട്, ഇറാൻ ഏതാനും ഉണ്ട്. ഇവർക്കൊക്കെ വലിയ രീതിയിലുള്ള സൈനിക സന്നാഹങ്ങളും സൈനിക സംവിധാനം ചെയ്തു കൊടുക്കുന്നത് ഇറാനാണ്. ഇറാൻ അതങ്ങനെ ചെയ്തതുകൊണ്ടാണ് വലിയ പ്രതിസന്ധിയിലേക്ക് ഇസ്രായേൽ ആയത് എന്ന തരത്തിലൊക്കെയാണ് ആ പരാമർശത്തിന്റെ ഭാഗങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ യുദ്ധം തുടങ്ങി 35 ദിവസമായിട്ടും ഒരു വിജയം എന്ന് പറയുന്ന ഒരു പരാമർശം പോലും നടത്താൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കാത്ത വിധം ഇസ്രായേൽ അങ്ങനെ തകർന്നിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇറാനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അല്ലെ ഇറാന്റെ പേര് പരാമർശിച്ചുകൊണ്ടുള്ള വലിയ വിമർശനം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും തങ്ങൾ തകർന്നു പോകില്ല എന്ന തരത്തിലാണ്